ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷാണ്. അനീഷ് ലേണിംഗ് അസംബ്ലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂലകങ്ങൾ, കെമിസ്ട്രിയിലെ മൂലകങ്ങൾ എന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതിൽ ആദ്യമായി പഠിക്കുന്നത് ഹൈഡ്രജനും ഓക്സിജനും എന്നിവയെക്കുറിച്ചാണ്. ഹൈഡ്രജൻ്റെ ഗുണങ്ങളും അങ്ങനെ അതിൽ അവരുടെ ഐസോടോപ്പുകൾ, ഹൈഡ്രജൻ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു, ഈ ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഓരോ ടോപ്പിക്കുകളായി ചെയ്തുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റി LGSും അതുപോലെ കമ്പനി ബോർഡ് LGSുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ, മെയിൻസുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണുക, നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൈഡ്രജനെ കുറിച്ചാണ്. ഹൈഡ്രജൻ്റെ പ്രത്യേകത പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്, ആറ്റോമിക് നമ്പർ 1 അപ്പോൾ ഹൈഡ്രജൻ്റെ പ്രത്യേകത എന്താണ്? ഒരു ഗ്രൂപ്പിലും ഹൈഡ്രജൻ അംഗമല്ല. കാരണം ലോഹഗുണം കാണിക്കുന്ന അലോഹ മൂലകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ലോഹഗുണം കാണിക്കുന്ന അലോഹ മൂലകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല, ഈ ഹൈഡ്രജൻ ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടുന്നില്ല. ഹൈഡ്രജൻ്റെ ആറ്റോമിക് നമ്പർ 1 പറഞ്ഞല്ലോ. അപ്പോൾ മോഡേൺ ആവർത്തന പട്ടികയിലെ ആദ്യ മൂലകം കൂടിയാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ പ്രത്യേകത എന്താണ്? ആറ്റോമിക് നമ്പർ 1 മോഡേൺ ആവർത്തന പട്ടിക. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആവർത്തന പട്ടികയിലെ ഒന്നാമത്തെ അല്ലെങ്കിൽ ആദ്യത്തെ മൂലകമാണ് ഹൈഡ്രജൻ. ഇനി ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഹൈഡ്രജനാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകവും അതുപോലെ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകവുമാണ് ഹൈഡ്രജൻ. ആറ്റോമിക് നമ്പർ 1 ആവർത്തന പട്ടികയിൽ, അതായത് മോഡേൺ ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകവും ഹൈഡ്രജനാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകവും ഹൈഡ്രജനാണ്. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകവും ഹൈഡ്രജനാണ്. 4 കാര്യങ്ങൾ പഠിച്ചു അല്ലേ? ആറ്റോമിക് നമ്പർ 1 മൂലകം ഹൈഡ്രജനാണ്. ആവർത്തന പട്ടികയിലെ ആദ്യ മൂലകം ഹൈഡ്രജനാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം അതുപോലെ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകം ഏതാണ്? ഹൈഡ്രജനാണ്. അടുത്തതായി ലോഹഗുണം കാണിക്കുന്ന അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുന്ന അലോഹ മൂലകമാണ് ഹൈഡ്രജൻ. ലോഹഗുണം കാണിക്കുന്ന, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലോഹഗുണം കാണിക്കുന്ന അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുന്ന അലോഹ മൂലകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഇനി കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനമാണ് എന്ത് പറയുന്നത്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. കലോറിക മൂല്യം കൂടിയത് ഹൈഡ്രജനാണ്. അതായത് നമ്മൾ ഇന്ധനം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കത്തുമ്പോൾ, ഈ ഇന്ധനം കത്തുമ്പോൾ എന്തെങ്കിലും നമ്മൾക്ക് പ്രയോജനമുള്ളത് എന്തെങ്കിലും ലഭിക്കുന്നു അല്ലേ? ഇപ്പോൾ വിറകൊക്കെ കത്തിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾക്ക് അതിൽ നിന്ന് ചൂട് കിട്ടുന്നു, ഹീറ്റ് കിട്ടുന്നു, അതുപോലെ തന്നെ പ്രകാശം ലഭിക്കുന്നു, നമ്മളുടെ ആവശ്യങ്ങളും നടക്കുന്നു. വസ്തു കത്തുമ്പോൾ നമ്മൾക്ക് പ്രയോജനമുള്ള എന്തെങ്കിലും ലഭിക്കുന്നവയാണ് എന്ത് പറയുന്നത്? ഇന്ധനം എന്ന് പറയുന്നത്. ഇനി കലോറിക മൂല്യം കൂടിയവ എന്ന് പറഞ്ഞു അല്ലേ? കലോറിക മൂല്യം പറഞ്ഞാൽ എന്താണ്? ഒരു യൂണിറ്റ് മാസ്, അതായത് ഒരു യൂണിറ്റ് അളവിൽ, ഒരു യൂണിറ്റ് മാസിൽ ഇന്ധനം കത്തുമ്പോൾ, ഒരു യൂണിറ്റ് അളവുള്ള മാസിൽ ഇന്ധനം കത്തുമ്പോൾ ലഭിക്കുന്ന താപോർജ്ജത്തെയാണ് എന്ത് പറയുന്നത്? കലോറിക മൂല്യം എന്ന് പറയുന്നത്. അതായത് ഒരു യൂണിറ്റ്, ഏറ്റവും കുറഞ്ഞത് ഒരു യൂണിറ്റ് ആണല്ലോ. അപ്പോൾ ആ ഒരു യൂണിറ്റിൽ ലഭിക്കുന്ന, ഒരു യൂണിറ്റ് മാസിൽ ഇന്ധനം കത്തുമ്പോൾ ലഭിക്കുന്ന താപോർജ്ജത്തെയാണ് എന്ത് പറയുന്നത്? കലോറിക മൂല്യം എന്ന് അറിയപ്പെടുന്നത്. കലോറിക മൂല്യം കൂടിയ ഇന്ധനം ഹൈഡ്രജൻ ആണെന്ന് പറഞ്ഞു അല്ലേ? പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഗാർഹിക ആവശ്യങ്ങൾക്ക്, അതായത് വീട്ടിൽ കുക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കുന്നില്ല. കാരണം എന്താണ്? ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത് സ്ഫോടകത കൂടി, അതായത് പൊട്ടിത്തെറിക്കുന്ന ആ രീതിയിൽ കത്തുന്ന ഒരു വാതകമാണ് എന്ത് പറയുന്നത്? ഹൈഡ്രജൻ. ഒരു മൂലകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്കത് സൂക്ഷിച്ചു വയ്ക്കാനും ഒരുപാട് ബുദ്ധിമുട്ടുള്ള മൂലകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കലോറിക മൂല്യം കൂടിയ ഇന്ധനം ഏതാണ്? ഹൈഡ്രജനാണ്. കലോറിക മൂല്യം കൂടിയ ഇന്ധനമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, ഹൈഡ്രജന്. അപ്പോൾ അതുപോലെ തന്നെ മലിനീകരണം കുറഞ്ഞ ഇന്ധനം കൂടിയാണ് ഹൈഡ്രജൻ. മലിനീകരണം കുറഞ്ഞ ഇന്ധനം ഹൈഡ്രജനാണ്. അതുപോലെ കലോറിക മൂല്യം കൂടിയ ഇന്ധനവും ഹൈഡ്രജനാണ്. ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹൈഡ്രജനാണ്. അപ്പോൾ നമ്മൾ ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാത്ത ഇന്ധനമാണ് ഹൈഡ്രജൻ. അപ്പോൾ ഭാവിയുടെ ഇന്ധനം എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ഹൈഡ്രജനാണ്. അതുപോലെ തന്നെ സ്വയം കത്തുന്ന മൂലകം കൂടിയാണ് അല്ലേ? നമ്മൾ മുമ്പൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. സ്വയം കത്തുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജനാണ്. ഇനി പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഹൈഡ്രജനാണ്. കാരണം സൂര്യനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജനാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഹൈഡ്രജനാണെന്ന് പറഞ്ഞാൽ തന്നെ എന്തായി? പ്രപഞ്ചത്തിൻ്റെ മൊത്തം ദ്രവ്യത്തിൻ്റെ 3/4 അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജനാണ്. പ്രപഞ്ചത്തിൻ്റെ മൊത്തം ദ്രവ്യത്തിൻ്റെ 3/4 അടങ്ങിയിരിക്കുന്നത് മൂലകമാണ് അല്ലേ? നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും 3/4 എന്ന് പറയുന്നത്, അതായത് ഏറ്റവും വലുതെന്ന് പറയുന്നത് എന്താണ്? സൂര്യനാണ്. അപ്പോൾ സൂര്യനിൽ അടങ്ങിയിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഹൈഡ്രജനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? പ്രപഞ്ചത്തിൻ്റെ മൊത്തം ദ്രവ്യത്തിൻ്റെ 3/4 അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജനാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ളതും ഹൈഡ്രജനാണ്. അതിൻ്റെ ആ മൊത്തം ദ്രവ്യത്തിൻ്റെ 3/4 അടങ്ങിയിരിക്കുന്നത് ഹൈഡ്രജനാണ്. അടുത്തതായി ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചതാരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. അദ്ദേഹം ഹൈഡ്രജനെ വിശേഷിപ്പിച്ചത് കത്തുന്ന വായു എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്.
കത്തുന്ന വായു എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. അപ്പോൾ അദ്ദേഹം ഹൈഡ്രജൻ കണ്ടുപിടിച്ചതാണ് ഹെൻറി കാവൻഡിഷ് ആണ്. ഇനി ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ലവോസിയാണ്. ഹൈഡ്രജൻ ആ പേര് നൽകിയ വ്യക്തി ആരാണ്? ലവോസിയാണ്. അതായത് ജലമുണ്ടാക്കുന്നത് എന്ന അർത്ഥം വരുന്ന ഹൈഡ്രോജീൻ എന്ന വാക്കിൽ നിന്നാണ് ഹൈഡ്രജൻ എന്ന വാക്കുണ്ടായത്. ഏതാണ്? ജലം ഉണ്ടാക്കുന്നത് എന്ന അർത്ഥം വരുന്ന ഹൈഡ്രോജീൻ എന്ന വാക്കിൽ നിന്നാണ് ഹൈഡ്രജൻ എന്ന പദം ഉണ്ടായത്. അപ്പോൾ ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. അതിന് പേര് നൽകിയത്, ഹൈഡ്രജൻ എന്ന പേര് നൽകിയതാരാണ്? ലവോസിയാണ്. മാറിപ്പോവരുത്. അടുത്തതായി ഹൈഡ്രജൻ വാണിജ്യപരമായി നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ബോഷ് പ്രക്രിയ എന്നാണ്. ഹൈഡ്രജൻ വാണിജ്യപരമായി നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നതാണ് ബോഷ് പ്രക്രിയയാണ്. അതുപോലെ തന്നെ വനസ്പതി നെയ്യ്, നമ്മൾ എല്ലാവരും കേട്ടിട്ടില്ലേ, സസ്യ നെയ്യ് എന്നാണ് അത് അറിയപ്പെടാറ്. അപ്പോൾ വനസ്പതി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് മൂലകവും ഏതാണ്? ഹൈഡ്രജനാണ്. വനസ്പതി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം ഹൈഡ്രജനാണ്. അപ്പോൾ സസ്യ എണ്ണ അല്ലെങ്കിൽ സസ്യ നെയ്യ് എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ഈ വനസ്പതി നെയ്യ് എന്ന് പറയുന്നത്. വനസ്പതി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് മൂലകം ഹൈഡ്രജനാണ്. ഇനി ആസിഡുകൾ ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകവും ഹൈഡ്രജനാണ്. ആസിഡുകൾ ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഏതാണ്? ഹൈഡ്രജനാണ്. അതുപോലെ തന്നെ പൊട്ടാസ്യം ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകവും ഹൈഡ്രജനാണ്. ആസിഡുകൾ ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഏതാണ്? ഹൈഡ്രജനാണ്. അതുപോലെ പൊട്ടാസ്യം ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകവും ഏതാണ്? ഹൈഡ്രജനാണ്. അടുത്തതായി സിങ്കും സൾഫ്യൂരിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ജ്വലിക്കുന്ന വാതകവുമാണ് ഹൈഡ്രജൻ. സിങ്കും സൾഫ്യൂരിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ജ്വലിക്കുന്ന വാതകം ഏതാണ്? ഹൈഡ്രജനാണ്. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ആസിഡുകൾ ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്നത് വാതകം ഹൈഡ്രജനാണെന്ന് പറഞ്ഞു. അതുപോലെ പൊട്ടാസ്യം ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകവും ഹൈഡ്രജനാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സിങ്ക് സൾഫ്യൂരിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ജ്വലിക്കുന്ന വാതകവും ഏതാണ്? ഹൈഡ്രജനാണ്. അടുത്തതായി ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളാണ്. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകൾ അറിയപ്പെടുന്നത് പ്രോട്ടിയം, ഡ്യൂറ്റീരിയം, ട്രിഷിയമാണ്. ഹൈഡ്രജൻ്റെ 3 ഐസോട്ടോപ്പുകളാണുള്ളത്: പ്രോട്ടിയം, ഡ്യൂറ്റീരിയം, ട്രിഷിയം. അപ്പോൾ ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോപ്പിൽ ഞാൻ മുമ്പിലത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ടോപ്പിലുള്ള ഭാഗം ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ളവയാണ് എന്ത് പറയുന്നത്? ഐസോട്ടോപ്പുകൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഹൈഡ്രജൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂറ്റീരിയം, ട്രിഷിയമാണ്. ഇനി ഈ പ്രോട്ടിയത്തെക്കുറിച്ച് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. സുലഭമായി കാണപ്പെടുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകൾ എന്നറിയപ്പെടുന്നത് അതാണ് പ്രോട്ടിയമാണ്. സുലഭമായി കാണപ്പെടുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് പ്രോട്ടിയം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെന്ത് പറയുന്നതാണ്? സാധാരണ ഹൈഡ്രജൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഈ പ്രോട്ടിയമാണ്. സുലഭമായി കാണപ്പെടുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് പ്രോട്ടിയം. അതുപോലെ തന്നെ സുലഭമായി കാണപ്പെടുന്നത് കൊണ്ട് സാധാരണ ഹൈഡ്രജൻ എന്ന പേരിലും അറിയപ്പെടുന്നത് ഏതാണ്? പ്രോട്ടിയമാണ്. ഇനി ന്യൂട്രോൺ ഇല്ലാത്ത ഐസോട്ടോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പ്രോട്ടിയമാണ്. ഹൈഡ്രജൻ്റെ ന്യൂട്രോൺ ഇല്ലാത്ത ഒരു ഐസോട്ടോപ്പാണ് പ്രോട്ടിയം. ഹൈഡ്രജൻ്റെ ന്യൂട്രോൺ ഇല്ലാത്ത ഐസോട്ടോപ്പ് ഏതാണ്? പ്രോട്ടിയമാണ്. അപ്പോൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂറ്റീരിയം, ട്രിഷിയമാണ്. സുലഭമായി കാണപ്പെടുന്ന ഐസോട്ടോപ്പ് എന്നറിയപ്പെടുന്നത് ഏതാണ്? പ്രോട്ടിയമാണ്. അപ്പോൾ സുലഭമായി കാണപ്പെടുന്നത് കൊണ്ട് തന്നെ അവയെ സാധാരണ ഹൈഡ്രജൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇനി ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ പ്രോട്ടിയമാണ്. ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് കൂടിയാണ് ഈ പ്രോട്ടിയം എന്ന് പറയുന്നത്. അടുത്തതായി ഹൈഡ്രജൻ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് എന്നറിയപ്പെടുന്നത്, ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ട്രിഷിയമാണ്. ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് എന്നറിയപ്പെടുന്നത് ട്രിഷിയമാണ്. അതുപോലെ തന്നെ ഹൈഡ്രജൻ ബോംബിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പുകളാണ് ഡ്യൂറ്റീരിയം, ട്രിഷിയം. ഹൈഡ്രജൻ ബോംബിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഡ്യൂറ്റീരിയം, ട്രിഷിയമാണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോട്ടോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ട്രിഷിയമാണ്. അതേസമയം ഹൈഡ്രജൻ ബോംബിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഡ്യൂറ്റീരിയം, ട്രിഷിയമാണ്. ഇനി ഹെവി വാട്ടർ അല്ലെങ്കിൽ ഘനജലം എന്നറിയപ്പെടുന്നത് ഡ്യൂറ്റീരിയം ഓക്സൈഡാണ്. ഹെവി വാട്ടർ അല്ലെങ്കിൽ ഘനജലം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഡ്യൂറ്റീരിയം ഓക്സൈഡാണ്. എന്നാൽ സൂപ്പർ ഹെവി വാട്ടർ എന്നറിയപ്പെടുന്നത് ട്രിഷിയം ഓക്സൈഡാണ്. ഘനജലം അല്ലെങ്കിൽ ഹെവി വാട്ടർ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഡ്യൂറ്റീരിയം ഓക്സൈഡാണ്. സൂപ്പർ ഹെവി വാട്ടർ എന്നറിയപ്പെടുന്നത് ട്രിഷിയം ഓക്സൈഡ്. രണ്ടും മാറിപ്പോവാൻ ചാൻസുള്ളതാണ്. ഹെവി വാട്ടർ അല്ലെങ്കിൽ ഘനജലം എന്നാണെങ്കിൽ ഡ്യൂറ്റീരിയം ഓക്സൈഡ്, സൂപ്പർ ഹെവി വാട്ടർ എന്നറിയപ്പെടുന്നത് ട്രിഷിയം ഓക്സൈഡാണ്. ഇനി റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ദ്രവ ഹൈഡ്രജൻ. റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ദ്രവ ഹൈഡ്രജൻ. ഓക്കെ. ഇനി ചീഞ്ഞമുട്ടിയുടെ ഗന്ധമുള്ള വാതകം എന്നറിയപ്പെടുന്ന ഏതാണ്? ഹൈഡ്രജൻ സൾഫൈഡാണ്. ചീഞ്ഞമുട്ടിയുടെ ഗന്ധമുള്ള വാതകമാണ് ഹൈഡ്രജൻ സൾഫൈഡ്. ബ്ലീച്ചിങ് ഏജൻറ്റായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തമാണ്
ഹൈഡ്രജൻ പെറോക്സൈഡ്. ബ്ലീച്ചിങ് ഏജൻറ്റായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തമാണ് ഏത്? ഹൈഡ്രജൻ പെറോക്സൈഡ്. അപ്പോൾ റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ദ്രവ ഹൈഡ്രജനാണ്, അതായത് ലിക്വിഡ് ഹൈഡ്രജൻ എന്നറിയപ്പെടുന്നു. ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജൻ സൾഫൈഡാണ്. ബ്ലീച്ചിങ് ഏജൻറ്റായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജൻ പെറോക്സൈഡാണ്. ഇനി അതുപോലെ തന്നെ സൂര്യനിലും നക്ഷത്രങ്ങളിലും പ്രധാനമായി കാണപ്പെടുന്ന മൂലകം, ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഏതാണ്? സൂര്യൻ ഒരു നക്ഷത്രമാണല്ലോ, അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. സൂര്യനിലും നക്ഷത്രങ്ങളിലും കാണപ്പെടുന്നത് ഹൈഡ്രജൻ മൂലകമാണ്. ഇനി പോളിത്തീനിൽ, അതുപോലെ PVCയിൽ, ധാന്യങ്ങളിൽ, ഇനി കൊഴുപ്പ് പോലെയുള്ളവയിലെല്ലാം കൂടുതലായി കാണപ്പെടുന്നത് എന്താണ്? ഹൈഡ്രജനാണ്. പോളിത്തീന്, PVC, ധാന്യങ്ങൾ, അങ്ങനെ കൊഴുപ്പ്. സൂര്യനിലും നക്ഷത്രങ്ങളിലും പ്രധാനമായി കാണപ്പെടുന്നതും ഹൈഡ്രജൻ മൂലകമാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായും ഹൈഡ്രജനെ കുറിച്ച് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആളെന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.